16ാമത്തെ ചോദ്യം. Write the second degree polynomial x square plus 7x minus 18 as the product of two first degree polynomial. ഇവിടെ നമുക്കൊരു സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽ അഥവാ രണ്ടാം കൃതി സമവാക്യം തന്നിട്ടുണ്ട്. പി ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് 7x മൈനസ് 18. ഇതാണ് നമുക്ക് തന്നിട്ടുള്ള സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽ അഥവാ രണ്ടാം കൃതി ബഹുപദം. ഇനി ഈ രണ്ടാം കൃതി ബഹുപദത്തിനെ രണ്ട് ഒന്നാം കൃതി ബഹുപദങ്ങളുടെ ഗുണനഫലമായി എഴുതാനാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, നമ്മൾ പോളിനോമിയൽസ് എന്ന പാഠഭാഗത്തിൽ പഠിച്ചിട്ടുണ്ട്. പി ഓഫ് എക്സ് എന്നൊരു പോളിനോമിയൽ നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ ഇതിനെ രണ്ട് ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയലിന്റെ ഗുണനഫലമായി എഴുതണമെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് എന്താണ്? ഈ പോളിനോമിയലിനെ ഒരു സമവാക്യമാക്കണം, അതായത് ഈക്വൽ ടു 0 ഇട്ട് കൊടുക്കണം. അതിനുശേഷം സ്ക്വയർ കംപ്ലീഷൻ മെത്തേഡ് അഥവാ വർഗത്തികവ് ഉപയോഗിച്ചോ ക്വാഡ്രാറ്റിക് ഫോർമുല അഥവാ ദ്വിമാന സമവാക്യം ഉപയോഗിച്ചുകൊണ്ടോ നമ്മൾ എന്ത് ചെയ്യണം? ഇതിന്റെ സൊല്യൂഷൻസ്, ഈ പി ഓഫ് എക്സ് ഈക്വൽ ടു 0 എന്ന ഈ രണ്ടാം കൃതി സമവാക്യത്തിന്റെ സൊല്യൂഷൻസ് അഥവാ പരിഹാരങ്ങൾ കണ്ടുപിടിക്കണം. ഓക്കെ, നമുക്കറിയാം ഒരു രണ്ടാം കൃതി സമവാക്യത്തിന് രണ്ട് സൊല്യൂഷൻസ് ആണ് കിട്ടുക. ഒന്ന് എക്സ് ഈക്വൽ ടു എ, രണ്ടാമത്തത് എക്സ് ഈക്വൽ ടു ബി. ഇതാണ് രണ്ടാമത്തെ സ്റ്റെപ്പ്. ഇനി മൂന്നാമത്തെ സ്റ്റെപ്പ് എന്താണ്? ഈ സൊല്യൂഷൻസിനെ ഫാക്ടേഴ്സ് അഥവാ ഘടകങ്ങളാക്കി എഴുതണം. ഓക്കെ, എങ്ങനെയാണ് ഫാക്ടേഴ്സ് ആക്കുക? ഇവിടെ എക്സ് ഈക്വൽ ടു പ്ലസ് എ ആണെങ്കിൽ ഫാക്ടേഴ്സ് ആക്കി എഴുതുമ്പോൾ ഇവിടെ പ്ലസ് എ അല്ലേ, എക്സ് മൈനസ് എ, നേരെ ഓപ്പോസിറ്റ് സൈന്. ഇനി ഇവിടെ എക്സ് ഈക്വൽ ടു പ്ലസ് ബി ആയതുകൊണ്ട് ഫാക്ടേഴ്സ് ആക്കി എഴുതുമ്പോൾ എക്സ് മൈനസ് ബി. ഇപ്പോ ഇവിടെ എക്സ് ഈക്വൽ ടു മൈനസ് എ ആയിരുന്നെങ്കിലോ ഇവിടെ നമ്മൾ എക്സ് പ്ലസ് എ എന്നാണ് എടുക്കുക. ഓക്കെ, അപ്പൊ ഈ നമുക്ക് സൊല്യൂഷൻസ് ആയി കിട്ടിയ നമ്പറിന്റെ നേരെ ഓപ്പോസിറ്റ് സൈൻ ആയിട്ടാണ് ഫാക്ടേഴ്സ് എഴുതുക. ഇനി ലാസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഈ ഫാക്ടേഴ്സിന് ഗുണനഫലമായി എഴുതി കഴിഞ്ഞാൽ എക്സ് മൈനസ് എ ഇൻറ്റു എക്സ് മൈനസ് ബി എന്ന രീതിയിൽ എഴുതി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്തു? ഈ പോളിനോമിയലിനെ രണ്ട് ഒന്നാം കൃതി ബഹുപദങ്ങളുടെ ഗുണനഫലമായി അഥവാ രണ്ട് ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയലിന്റെ പ്രൊഡക്റ്റ് ആക്കിയിട്ട് എഴുതാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മൾ ഇവിടെ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പൊ ആദ്യത്തെ സ്റ്റെപ്പ് എന്താണ്? ഈ പോളിനോമിയലിനെ ഒരു സമവാക്യമാക്കണം. അപ്പൊ നമുക്ക് പി ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് 7x മൈനസ് 18 ഈക്വൽ ടു 0. ഇനി രണ്ടാമത്തെ സ്റ്റെപ്പ് എന്താണ്? സ്ക്വയർ കംപ്ലീഷൻ മെത്തേഡോ അല്ലെങ്കിൽ ക്വാഡ്രാറ്റിക് ഫോർമുലയോ ഉപയോഗിച്ച് സൊല്യൂഷൻസ് അഥവാ പരിഹാരങ്ങൾ കണ്ടുപിടിക്കണം. ഓക്കെ, ഇപ്പൊ ഇവിടെ നമ്മുടെ ഇക്വേഷൻ എങ്ങനെയാണ്? എക്സ് സ്ക്വയർ പ്ലസ് 7x ഈക്വൽ ടു മൈനസ് 18 ഈ സൈഡിലേക്ക് കൊണ്ടുപോയാൽ പ്ലസ് 18 എന്ന് എഴുതി കൂടെ? ഓക്കെ, അപ്പൊ ഈ ഒരു രീതിയിലാണ് നമ്മുടെ ഇക്വേഷൻ നിൽക്കുന്നത്. എപ്പോഴും ക്വാഡ്രാറ്റിക് ഫോർമുല അഥവാ ദ്വിമാന സമവാക്യം ഉപയോഗിക്കുന്നത് എ എക്സ് സ്ക്വയർ പ്ലസ് ബി എക്സ് പ്ലസ് സി ഈക്വൽ ടു 0. ഈ ഒരു മെത്തേഡിൽ അല്ലെങ്കിൽ ഈ ഒരു ഫോർമാറ്റിലാണ് നമ്മുടെ ഇക്വേഷൻ എങ്കിലാണ് ക്വാഡ്രാറ്റിക് ഫോർമുല അല്ലെങ്കിൽ ദ്വിമാന സമവാക്യം ഉപയോഗിക്കുന്നത്. അതായത് എക്സ് സ്ക്വയറിന് ഒരു കോഎഫിഷ്യന്റ് ഉണ്ടാവും. ഇനി എക്സ് സ്ക്വയർ പ്ലസ് ബി എക്സ് ഈക്വൽ ടു സി, ഈ ഒരു ഫോർമാറ്റിലാണ് നമ്മുടെ ഇക്വേഷൻ എങ്കിൽ നമ്മൾ എപ്പോഴും സ്ക്വയർ കംപ്ലീഷൻ മെത്തേഡ് അഥവാ വർഗത്തിക ഉപയോഗിച്ചാണ് ചെയ്യുന്നത്. ഇവിടെ നമ്മുടെ ഇക്വേഷൻ ഏത് ഫോർമാറ്റിലാണ്? ഈ ഒരു ഫോർമാറ്റിലല്ലേ. അതുകൊണ്ട് നമ്മൾ ഇവിടെ സ്ക്വയർ കംപ്ലീഷൻ മെത്തേഡ് അഥവാ വർഗത്തികവാണ് ഉപയോഗിക്കുന്നത്. യൂസിങ് സ്ക്വയർ കംപ്ലീഷൻ മെത്തേഡ് അഥവാ വർഗത്തിക ഉപയോഗിച്ചാണ് നമ്മളിവിടെ സൊല്യൂഷൻസ് അഥവാ പരിഹാരങ്ങൾ കണ്ടുപിടിക്കുന്നത്. സ്ക്വയർ കംപ്ലീഷൻ മെത്തേഡിന്റെ ഇക്വേഷൻ എന്താണ്? എക്സ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് സി പ്ലസ് ബി സ്ക്വയർ ബൈ 4 മൈനസ് ബി ബൈ 2. ഇനി നമുക്ക് ബിന്റെയും സിന്റെയും വാല്യൂസ് കണ്ടുപിടിക്കണം. ഈ ഇക്വേഷൻ നോക്കിയാൽ മനസ്സിലാവും. ബി എന്ന് പറയുന്നത് എക്സിന്റെ കോഎഫിഷ്യന്റ് ആണ്. ഇവിടെ എക്സിന്റെ കോഎഫിഷ്യന്റ് ആരാണ്? 7 അല്ലേ, അതുകൊണ്ട് ബി 7 ആണ്. ഇനി സി എന്ന് പറയുന്നത് എന്താണ്? ഈക്വൽ ടുവിന്റെ വലതുഭാഗത്തുള്ള കോൺസ്റ്റന്റ് വാല്യൂ ആണ്. അപ്പൊ സി എത്രയാ? 18. ഇനി ജസ്റ്റ് നമുക്ക് ഇക്വേഷനിലേക്ക് ഇട്ട് കൊടുക്കാം. പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് സി എന്ന് പറയുന്നത് 18 പ്ലസ് ബി സ്ക്വയർ എന്ന് പറഞ്ഞാൽ 7 സ്ക്വയർ ബൈ 4 മൈനസ് ബി ബൈ 2 എന്ന് പറഞ്ഞാൽ 7 ബൈ 2 ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് 18 പ്ലസ് 7ന്റെ സ്ക്വയർ 49 ഹരിക്കണം 4 മൈനസ് 7 ബൈ 2 ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് ഇവിടെ 49 ഹരിക്കണം 4 നമുക്കൊരു കറക്റ്റ് ഇൻഡിജർ കിട്ടുമോ? ഇല്ല. അതുകൊണ്ട് ഇവിടെ നമ്മൾ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ആണ് ചെയ്യുന്നത്. എങ്ങനെയാണ് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുക? 18 ഇൻറ്റു 4 പ്ലസ് 49 ഇൻറ്റു 1 ഡിവൈഡഡ് ബൈ 1 ഇൻറ്റു 4. ഇങ്ങനെയാണ് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുന്നത്. അപ്പോൾ 18 ഇൻറ്റു 4 എത്രയാണ്? 72 പ്ലസ് 49 ഇൻറ്റു 1 എത്രയാണ്? 49. ഇനി 1 ഇൻറ്റു 4 എത്രയാണ്? 4 മൈനസ് 7 ബൈ 2 ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് 72 49 കൂട്ടിക്കഴിഞ്ഞാൽ 121 ഹരിക്കണം 4 മൈനസ് 7 ബൈ 2 ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ്. ഇനി 121ന്റെ റൂട്ട് എത്രയാണ്? 11. 4ന്റെ റൂട്ട് എത്രയാണ്? 2 മൈനസ് 7 ബൈ 2. ഇനി നമുക്ക് ഈ പ്ലസ് ഓർ മൈനസ് വേർതിരിച്ച് എഴുതാം. ഒന്നാമത്തത് എക്സ് ഈക്വൽ ടു മൈനസ് 11 ബൈ 2 മൈനസ് 7 ബൈ 2
ഇനി രണ്ടാമത്തെ സൊല്യൂഷനോ എക്സ് ഈക്വൽ ടു പ്ലസ് 11/2 മൈനസ് 7/2. ഇനി ഇതിന്റെ രണ്ടിന്റെയും ഡിനോമിനേറ്റേഴ്സ് സെയിം ആയതുകൊണ്ട് നമുക്ക് നേരിട്ട് എന്ത് ചെയ്യാം, മൈനസ് ചെയ്യാം. -11 - 7 എന്ത് വരും? -18 ഹരിക്കണം 2. 18ന്റെ പകുതി -9. അപ്പൊ എക്സിന്റെ ഒരു സൊല്യൂഷൻ -9 ആണ്. ഇനി 11 - 7 എത്രയാണ്? 4. 4/2 എന്താണ്? 2. അപ്പൊ എക്സിന്റെ രണ്ടാമത്തെ സൊല്യൂഷൻ എന്താണ്? 2 ആണ്. അപ്പൊ നമുക്ക് ഇവിടെ രണ്ട് സൊല്യൂഷൻസ് കിട്ടി. ഒന്ന് എക്സ് ഈക്വൽ ടു -9ഉം ഒന്ന് എക്സ് ഈക്വൽ ടു +2ഉം. ഓക്കെ, അപ്പൊ നമ്മുടെ സെക്കൻഡ് സ്റ്റെപ്പും കംപ്ലീറ്റ് ആയി. ഇനി നമ്മുടെ തേർഡ് സ്റ്റെപ്പ് എന്താണ്? ഇവയെ ഫാക്ടേഴ്സ് ആക്കി എഴുതണം. ഓക്കെ, ഇവയെ എങ്ങനെ ഫാക്ടേഴ്സ് അഥവാ ഘടകങ്ങളാക്കി എഴുതുക? ഫാക്ടേഴ്സ് എക്സ് ഇവിടെ -9 ആയതുകൊണ്ട് ഇവിടെ നമ്മൾ എന്ത് എഴുതും? +9. അപ്പൊ x +9 ആണ് ഒന്നാമത്തെ ഫാക്ടർ. ഇനി രണ്ടാമത്തെ ഫാക്ടറോ എക്സ് ഇവിടെ +2 ആയതുകൊണ്ട് -2. അപ്പൊ x +9ഉം x -2ഉമാണ് ഈ പോളിനോമിയലിന്റെ രണ്ട് ഫാക്ടേഴ്സ് അഥവാ ഘടകങ്ങൾ. ഇനി നമുക്ക് എന്താണ് ചെയ്യേണ്ടത്? നമ്മുടെ പോളിനോമിയലിനെ രണ്ട് ഒന്നാം കൃതി ബഹുപദങ്ങളുടെ, അതായത് ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയലിന്റെ ഫാക്ടേഴ്സ് ആക്കി എഴുതണം. പി ഓഫ് എക്സ് ഈക്വൽ ടു x² + 7x - 18 ഈക്വൽ ടു എങ്ങനെയാണ്? നമുക്ക് ഈ ഫാക്ടേഴ്സിനെ ജസ്റ്റ് പ്രൊഡക്റ്റ് ആക്കിയിട്ട് അഥവാ ഗുണനഫലമാക്കി എഴുതി കഴിഞ്ഞാൽ നമുക്ക് എന്തായി ഉത്തരം കിട്ടി? x + 9 ഇൻറ്റു x - 2. ഉത്തരം എന്താണ്? P of x ഈക്വൽ ടു x² + 7x - 18 ഈക്വൽ ടു x + 9 ഇൻറ്റു x - 2. അടുത്തത് 17ാമത്തെ ചോദ്യം. ഫൈൻഡ് 1 + 2 + 3 + etc. + 30. ഫൈൻഡ് 4 + 8 + 12 + etc. + 120. Algebraic form of an arithmetic sequence is 4n + 3. Find sum of first 20 terms of an arithmetic sequence. ഓക്കെ, ആദ്യത്തെ ചോദ്യം എന്താണ്? 1 + 2 + 3 + etc. + 30. ഇതിലെ ആദ്യത്തെയും രണ്ടാമത്തെയും ചോദ്യം സമ്മ് കാണാനായിട്ടാണ്. ഓക്കെ, സമ്മ് കാണാൻ അരിത്മെറ്റിക് സീക്വൻസ് ആൻഡ് ആൾജിബ്ര, സമാന്തര ശ്രേണിയും ബീജഗണിതവും എന്ന പാഠഭാഗത്തിൽ നമ്മൾ രണ്ട് ഇക്വേഷൻസ് ആണ് പഠിക്കുന്നത്. അതിൽ ഒന്നാമത്തെ ഇക്വേഷൻ n/2 ഇൻറ്റു 2f + n - 1 ഇൻറ്റു d എന്നാണ്. ഇനി രണ്ടാമത്തെ ഇക്വേഷൻ n/2 ഇൻറ്റു l + f എന്ന ഈ ഇക്വേഷൻ ആണ്. ഈ ഇക്വേഷനിൽ എഫ് എന്ന് പറയുന്നത് ഫസ്റ്റ് ടേം അഥവാ ആദ്യ പദമാണ്, ഡി എന്ന് പറയുന്നത് കോമൺ ഡിഫറൻസ് അഥവാ പൊതുവ്യത്യാസമാണ്. ഈ ഇക്വേഷനിൽ എൽ എന്ന് പറയുന്നത് ലാസ്റ്റ് ടേം അഥവാ അവസാന പദമാണ്. എഫ് എന്ന് പറയുന്നത് ഫസ്റ്റ് ടേം അഥവാ ആദ്യ പദമാണ്. ഓക്കെ, അപ്പൊ ഈ അരിത്മെറ്റിക് സീക്വൻസിൽ നമ്മൾ ഈ ഇക്വേഷൻ ഉപയോഗിക്കുന്നത് ഫസ്റ്റ് ടേമും കോമൺ ഡിഫറൻസും തരുന്ന സമയങ്ങളിലാണ് ഈ ഇക്വേഷൻ ഉപയോഗിക്കുക. ഇനി നമുക്ക് ഒരു അരിത്മെറ്റിക് സീക്വൻസിലെ ഫസ്റ്റ് ടേമും ലാസ്റ്റ് ടേം, അതായത് ആദ്യ പദവും അവസാന പദവും തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ഇക്വേഷൻ ആണ് ഉപയോഗിക്കുക. ഓക്കെ, അപ്പൊ ഇവിടെ നമുക്ക് രണ്ട് സമ്മ് കാണുന്നതിൽ നമുക്ക് എന്ത് തന്നിട്ടുണ്ട്? ഫസ്റ്റ് ടേമും തന്നിട്ടുണ്ട്, ലാസ്റ്റ് ടേമും തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമ്മൾ ഈ ഇക്വേഷൻ ആണ് ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ഫസ്റ്റ് ടേമും ലാസ്റ്റ് ടേമും നേരിട്ട് തന്നിട്ടുണ്ട്. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ട ഒരാളുടെ n അഥവാ നമ്പർ ഓഫ് ടേംസ്, അതായത് 1 മുതൽ 30 വരെ എത്ര നമ്പർ ഓഫ് ടേംസ് അല്ലെങ്കിൽ എത്ര പദങ്ങൾ ഉണ്ട് എന്ന് കണ്ടുപിടിച്ചാൽ മാത്രമേ നമുക്ക് ഈ ഇക്വേഷൻ ഇവിടെ ഇട്ട് കൊടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അത് കാണാനും നമുക്ക് ഒരു ഇക്വേഷൻ ഉണ്ട്. n ഈക്വൽ ടു l - f ബൈ d + 1. ഇതാണ് ഇക്വേഷൻ. എൽ എന്ന് പറയുന്നത് ലാസ്റ്റ് ടേം, എഫ് എന്ന് പറയുന്നത് ഫസ്റ്റ് ടേം അഥവാ ആദ്യ പദം, ഡി എന്ന് പറയുന്നത് കോമൺ ഡിഫറൻസ് അഥവാ പൊതുവ്യത്യാസം, അടുത്തടുത്ത സംഖ്യകൾ തമ്മിലുള്ള വ്യത്യാസം, +1. ഇതാണ് നമ്പർ ഓഫ് ടേംസ് കാണാനുള്ള ഇക്വേഷൻ. ഓക്കെ, ഇപ്പൊ ഇവിടെ 1 + 2 + 3 + etc. + 30. ഇതിലിപ്പോ എത്ര നമ്പർ ഓഫ് ടേംസ് ഉണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് പറയാം. കാരണം 1 മുതൽ 30 വരെയുള്ള സംഖ്യകൾ ഡയറക്റ്റ് ആയി എഴുതിയിരിക്കുകയാണ്. അതായത് 30 നമ്പർ ഓഫ് ടേംസ് ഉണ്ട് എന്ന് പറയാം. ഓക്കെ, പക്ഷേ ഇങ്ങനെ നമുക്ക് പെട്ടെന്ന് തന്നെ നമ്പർ ഓഫ് ടേംസ് കണ്ടുപിടിക്കാൻ കഴിയാത്ത അരിത്മെറ്റിക് സീക്വൻസുകൾ തന്നു കഴിഞ്ഞാൽ നമ്മൾ ഈ ഇക്വേഷൻ ഉപയോഗിച്ചാണ് ഇത് കണ്ടുപിടിക്കുന്നത്, നമ്പർ ഓഫ് ടേംസ് കണ്ടുപിടിക്കുന്നത്. അപ്പൊ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? ഇങ്ങനെ ഒരു ചോദ്യം തന്നു കഴിഞ്ഞാൽ നമ്പർ ഓഫ് ടേംസ് കണ്ടുപിടിക്കണം. രണ്ടാമതായി നമ്മൾ എന്ത് ചെയ്യും? ഈ ഒരു ഇക്വേഷൻ ഉപയോഗിച്ച് സമ്മ് കണ്ടുപിടിക്കുന്നു. ഓക്കെ, അപ്പൊ ആദ്യം നമുക്ക് നമ്പർ ഓഫ് ടേംസ് കണ്ടുപിടിക്കാം. അപ്പൊ ഇതിൽ 30 ആണെന്ന് നമുക്ക് ഒറ്റയടിക്ക് അറിയാം, എങ്കിലും നമ്മൾ എന്ത് ചെയ്യാണ്? ഇക്വേഷൻ വെച്ച് ചെയ്യുകയാണ്. കാരണം വേറെ രീതിയിൽ ചോദ്യങ്ങൾ വന്നു കഴിഞ്ഞാൽ ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് ഈ രീതിയിൽ തന്നെ സോൾവ് ചെയ്യുന്നത്. അപ്പൊ ആദ്യം നമ്പർ ഓഫ് ടേംസ് ഈക്വൽ ടു എൽ എന്താണ്? ലാസ്റ്റ് ടേം, അപ്പൊ 30 മൈനസ് എഫ് എന്താണ്? ഫസ്റ്റ് ടേം 1, ഡി എന്നത് എന്താണ്? അടുത്തടുത്ത സംഖ്യകൾ തമ്മിലുള്ള വ്യത്യാസം, അതായത് 2ൽ നിന്ന് 1 പോയാൽ എത്രയാണ്? 1 + 1. ഇനി 30ൽ നിന്ന് 1 പോയാൽ 29, 29 ഡിവൈഡഡ് ബൈ 1 29 തന്നെ, +1 30. അതായത് ഇതിൽ എത്ര നമ്പർ ഓഫ് ടേംസ് ഉണ്ട്? 30. ഇനി സമ്മ് കണ്ടുപിടിക്കാം. സം ഈക്വൽ ടു അഥവാ തുക n/2 ഇൻറ്റു എൽ + എഫ്. ഇനി n എത്രയാണ്? എത്ര നമ്പർ ഓഫ് ടേംസ് ഉണ്ട്? 30 നമ്പർ ഓഫ് ടേംസ് ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു ലാസ്റ്റ് ടേം 30 ആണ്, ഫസ്റ്റ് ടേം എത്രയാണ്? 1 ആണ്,
ഇനി 30ന്റെ പകുതി എത്രയാ? 15 ഇൻറ്റു 30 + 1 31. ഇനി 15 ഇൻറ്റു 31 എത്രയാണ്? 465. അതായത് 1 + 2 + 3 + എക്സെട്ര + 30 എത്രയാണ്? 465 ആണ്. ഇനി രണ്ടാമത്തെ ചോദ്യം, ഫൈൻഡ് 4 + 8 + 12 + എക്സെട്ര + 120. ആദ്യത്തെ സ്റ്റെപ്പ് എന്താണ്? n കണ്ടുപിടിക്കണം. എന്നിന്റെ ഇക്വേഷൻ L - f/d + 1. ഈ അരിത്മെറ്റിക് സീക്വൻസിന്റെ ലാസ്റ്റ് ടേം 120, അവസാന പദം 120 മൈനസ് ഫസ്റ്റ് ടേം അഥവാ ആദ്യ പദം 4 ഡിവൈഡഡ് ബൈ കോമൺ ഡിഫറൻസ് എന്താണ്? അടുത്തടുത്ത സംഖ്യകൾ തമ്മിലുള്ള വ്യത്യാസം. 8ഉം 4ഉം തമ്മിലുള്ള വ്യത്യാസം 4 ആണ്. 12ഉം 8ഉം തമ്മിലുള്ള വ്യത്യാസം 4 ആണ്. അപ്പൊ 4 + 1. ഇനി 120ൽ നിന്നും 4 പോയാൽ എത്രയാണ്? 116 ഹരിക്കണം 4 + 1. 116 ഡിവൈഡഡ് ബൈ 4 എത്ര വന്നു? 29 + 1 എത്രയാണ്? 30. ഓക്കെ, അപ്പൊ നമുക്ക് നമ്പർ ഓഫ് ടേംസ്, അതായത് 4 മുതൽ 120 വരെ എത്ര നമ്പർ ഓഫ് ടേംസ് ഉണ്ട്? ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് സം ആണ്. സം ഈക്വൽ ടു ഇക്വേഷൻ എന്താണ്? n/2 ഇൻറ്റു L + f ഈക്വൽ ടു എത്ര നമ്പർ ഓഫ് ടേംസ് ഉണ്ട്? 30/2 ഇൻറ്റു ഈ അരിത്മെറ്റിക് സീക്വൻസിന്റെ ലാസ്റ്റ് ടേം അഥവാ അവസാന പദം 120, ഫസ്റ്റ് ടേം അഥവാ ആദ്യ പദം 4, 30ന്റെ പകുതി എത്രയാ? 15 ഇൻറ്റു 120ഉം 4ഉം കൂട്ടിക്കഴിഞ്ഞാൽ 124. 124 ഇൻറ്റു 15 1860. അതായത് 4 + 8 + 12 + എക്സെട്ര + 120 എത്രയാണ്? 1860 ആണ്. ഇനി മൂന്നാമത്തെ ചോദ്യം, ആൽജിബ്രൈക് ഫോം ഓഫ് ആൻ അരിത്മെറ്റിക് സീക്വൻസ് ഈസ് 4n + 3. അതായത് നമുക്ക് ഇവിടെ ഒരു ആൽജിബ്രൈക് ഫോം, അതായത് ഒരു അരിത്മെറ്റിക് സീക്വൻസ് അഥവാ സമാന്തര ശ്രേണിയുടെ ബീജഗണിത രൂപം തന്നിട്ടുണ്ട്. എത്രയാണ്? 4n + 3. കണ്ടുപിടിക്കേണ്ടത് സം ഓഫ് ഫസ്റ്റ് 20 ടേംസ് അഥവാ ആദ്യത്തെ 20 പദങ്ങളുടെ തുക. ഈക്വൽ ടു ഇക്വേഷൻ നമുക്ക് തന്നെ എഴുതാം. ഈ രണ്ടാമത്തെ ഇക്വേഷൻ തന്നെ എഴുതാം. n/2 ഇൻറ്റു L + f. ഇനി n കണ്ടുപിടിക്കണം. n എത്രയാണ്? നമുക്ക് തന്നിട്ടുണ്ട്. ആദ്യത്തെ 20 പദങ്ങളുടെ തുകയാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ നമുക്ക് എന്ത് പറയാം? n എന്നത് 20. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഫസ്റ്റ് ടേം അഥവാ ആദ്യ പദം. എങ്ങനെ കണ്ടുപിടിക്കാം? ഇവിടെ നമുക്ക് ഈ അരിത്മെറ്റിക് സീക്വൻസ് അഥവാ സമാന്തര ശ്രേണിയുടെ ആൾജിബ്രായിക് ഫോം അഥവാ ബീജഗണിത രൂപം തന്നിട്ടുണ്ട്. ഇതിൽ എന്നിന്റെ സ്ഥാനത്ത് 1 ഇട്ട് കൊടുത്താൽ നമുക്ക് എന്ത് ചെയ്യും? ഫസ്റ്റ് ടേം കിട്ടും. ഓക്കെ, അപ്പൊ 4 ഇൻറ്റു 1 + 3, 4 ഇൻറ്റു 1 4, 4 കൂടെ 3 കൂട്ടിക്കഴിഞ്ഞാൽ 7. അതായത് ഈ അരിത്മെറ്റിക് സീക്വൻസിന്റെ ഫസ്റ്റ് ടേം എത്രയാണ്? 7 ആണ്. ഇനി ലാസ്റ്റ് ടേം അഥവാ അവസാന പദം, ഇതിലെ നമുക്കറിയാം 20 ടേംസ് അഥവാ 20 പദങ്ങളാണ് ഉള്ളത്. അപ്പൊ ഈ അരിത്മെറ്റിക് സീക്വൻസിലെ ലാസ്റ്റ് ടേം എത്രയായിരിക്കും? 20ാമത്തെ പദം അല്ലേ? അപ്പൊ ഈ എന്നിന്റെ സ്ഥാനത്ത് 20 ഇട്ട് കൊടുക്കുന്നു. 4 ഇൻറ്റു 20 + 3. ഇനി 4 ഇൻറ്റു 20 എത്രയാ? 80. 80 കൂടെ 3 കൂട്ടിക്കഴിഞ്ഞാൽ 83. 30 നമ്പർ ഓഫ് ടേംസ് ഉണ്ട്. ഇപ്പൊ ഇവിടെ നമുക്ക് ഈ സമ്മില് n/2 ഇൻറ്റു L + f ഇതിലെല്ലാം കിട്ടിയില്ല. n 20 ആണ്, L 83 ആണ്, f 7 ആണ്. ഇനി നമുക്ക് സമ്മ് കണ്ടുപിടിക്കാം. സം ഈക്വൽ ടു n/2 ഇൻറ്റു L + f ആണ് ഇക്വേഷൻ. ഇനി n/2 എന്ന് പറഞ്ഞാൽ 20/2 10 ഇൻറ്റു L എത്രയാണ്? 83 പ്ലസ് f എത്രയാണ്? 7 ഈക്വൽ ടു 10 ഇൻറ്റു 83ഉം 7ഉം കൂട്ടിയാൽ 90. 10 ഇൻറ്റു 90 എത്രയാണ്? 900. അതായത് ഈ അരിത്മെറ്റിക് സീക്വൻസിലെ 4n + 3 ആൾജിബ്രായിക് ഫോം അല്ലെങ്കിൽ ബീജഗണിത രൂപമായി വരുന്ന അരിത്മെറ്റിക് സീക്വൻസിന്റെ ആദ്യത്തെ 20 പദങ്ങളുടെ തുക എന്നത് 900. അടുത്തത് 18ാമത്തെ A ക്വസ്റ്റ്യൻ. സം ഓഫ് n ടേംസ് ഓഫ് ആൻ അരിത്മെറ്റിക് സീക്വൻസ് ഈസ് n² - 2n. അതായത് ഒരു അരിത്മെറ്റിക് സീക്വൻസ് അഥവാ സമാന്തര ശ്രേണിയുടെ സമ്മിന്റെ ആൾജിബ്രായിക് ഫോം അഥവാ ബീജഗണിത രൂപമാണ് നമുക്ക് ഇവിടെ തന്നിട്ടുള്ളത്. സം ഓഫ് n ടേംസ് എന്ന് പറയുന്നുണ്ടെങ്കിലും ഇവിടെ സം ഓഫ് ഫസ്റ്റ് n ടേംസിന്റെയാണ് ഇവിടെ തന്നിട്ടുള്ളത്. സം ഓഫ് ഫസ്റ്റ് n ടേംസിന്റെ ആൾജിബ്രായിക് ഫോം അഥവാ ബീജഗണിത രൂപം n² - 2n എന്ന് തന്നിട്ടുണ്ട്. ഓക്കെ, ഇനി ആദ്യത്തെ ചോദ്യം, ഫൈൻഡ് സം ഓഫ് ഫസ്റ്റ് 10 ടേംസ്. ഓക്കെ, ഇതിന്റെ ഉദ്ദേശം എന്താണ്? n² - 2n എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ നമുക്ക് എന്നിന്റെ സ്ഥാനത്ത് 1 ഇട്ട് കൊടുത്താൽ നമുക്ക് ആദ്യത്തെ ടേം കിട്ടും. 2 ഇട്ട് കൊടുത്താൽ ആദ്യത്തെയും രണ്ടാമത്തെയും ടേമിന്റെ തുക കിട്ടും. 3 ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ 3 പദങ്ങൾ, ആദ്യത്തെ 3 പദങ്ങളുടെ തുക കിട്ടും. ഓക്കെ, അപ്പൊ അതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ ഇവിടെ 10 ആണ് ഇട്ട് കൊടുത്തതെങ്കിൽ നമുക്ക് ആദ്യത്തെ 10 പദങ്ങളുടെ തുക കിട്ടും. അപ്പൊ ഇവിടെ നമ്മൾ കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളതും അതാണ്. സം ഓഫ്
ഫസ്റ്റ് 10 ടേംസ്, ആദ്യത്തെ 10 പദങ്ങളുടെ തുക, സം ഓഫ് ഫസ്റ്റ് 10 ടേംസ് ഈക്വൽ ടു എന്ത് ചെയ്താൽ മതി, ഇവിടെ n സ്ക്വയർ മൈനസ് 2n സ്ഥാനത്ത് n സ്ഥാനത്ത് എന്ത് ചെയ്യണം, 10 ഇട്ട് കൊടുക്കണം. 10 സ്ക്വയർ മൈനസ് 2 ഇൻറ്റു 10, 10ന്റെ സ്ക്വയർ എത്രയാ 100, മൈനസ് 2 ഇൻറ്റു 10 എത്രയാ 20, 100ൽ നിന്നും 20 പോയാൽ 80. അതായത് ഈ അരിത്മെറ്റിക് സീക്വൻസിലെ ആദ്യത്തെ 10 പദങ്ങളുടെ തുക എത്രയാണ്, 80 ആണ്. ഇനി രണ്ടാമത്തെ ചോദ്യം, ഹൗ മെനി ടേംസ് ഓഫ് ദിസ് സീക്വൻസ് ഫ്രം ദ ഫസ്റ്റ് മസ്റ്റ് ബി ആഡഡ് ടു ഗെറ്റ് 2499 ആസ് ദ സം. അതായത് ഇവിടെ എന്താണ് പറഞ്ഞിട്ടുള്ളത്, ഇവിടെ നമുക്ക് സമ്മ് തന്നിട്ടുണ്ട്. അതായത് സം ഓഫ് ഫസ്റ്റ് n ടേംസ്, ഓക്കെ, സം ഓഫ് ഫസ്റ്റ് n ടേംസ് അഥവാ ആദ്യത്തെ n പദങ്ങളുടെ തുക എന്നത് 2499 ആണെന്ന് തന്നിട്ടുണ്ട്. കണ്ടുപിടിക്കേണ്ടത് n ആണ്. അതായത് എത്ര നമ്പർ ഓഫ് ടേംസ് കൂട്ടിക്കഴിഞ്ഞാലാണ് നമുക്ക് 2499 എന്ന സമ്മ് കിട്ടുക അഥവാ തുക കിട്ടുക എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അതായത് നമുക്കറിയാം സം ഓഫ് ഫസ്റ്റ് n ടേംസ് കാണാനുള്ള ഇക്വേഷൻ എന്താ, n സ്ക്വയർ മൈനസ് 2n ഈക്വൽ ടു 2499. ഓക്കെ, ഇത് നമുക്ക് എഴുതിക്കൂടെ, ഇങ്ങനെ എഴുതിക്കൂടെ. ഇനി എന്നിന്റെ വാല്യൂ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറയാം, സം ഓഫ് ഫസ്റ്റ് n എത്ര വാല്യൂ ആണ് അത്രയും ടേംസ് കൂട്ടിക്കഴിയുമ്പോഴാണ് നമുക്ക് 2499 കിട്ടുക എന്ന് പറഞ്ഞൂടെ. ഓക്കെ, അപ്പൊ നമുക്ക് ഇനി എന്ത് ചെയ്യണം, എന്നിന്റെ വാല്യൂ കണ്ടുപിടിക്കണം. ഇത് നേരെ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും ഇതൊരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ അഥവാ ഒരു രണ്ടാം കൃതി സമവാക്യമല്ലേ. ഓക്കെ, നമുക്കറിയാം സെക്കൻഡ് ഡിഗ്രി ഇക്വേഷന്റെ സൊല്യൂഷൻസ് അഥവാ പരിഹാരങ്ങൾ കാണുക എങ്ങനെയാണ്, എക്സ് സ്ക്വയർ പ്ലസ് ബി എക്സ് ഈക്വൽ ടു സി എന്ന ഫോർമാറ്റിൽ നമുക്ക് ഒരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ കിട്ടിയെങ്കിൽ അതിൽ നിന്ന് എക്സിന്റെ സൊല്യൂഷൻസ് അഥവാ വാല്യൂസ് കാണുക സ്ക്വയർ കംപ്ലീഷൻ മെത്തേഡ് ഉപയോഗിച്ചാണ് അഥവാ വർഗത്തികവ്. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മൾ സ്ക്വയർ കംപ്ലീഷൻ മെത്തേഡ് ഉപയോഗിച്ചാണ് കണ്ടുപിടിക്കുന്നത്. ഓക്കെ, യൂസിങ് സ്ക്വയർ കംപ്ലീഷൻ മെത്തേഡ് അഥവാ വർഗത്തികവ് ഉപയോഗിച്ച്, സ്ക്വയർ കംപ്ലീഷൻ മെത്തേഡ് അല്ലെങ്കിൽ വർഗത്തികവ് ഉപയോഗിച്ച് എക്സിന്റെ വാല്യൂ ഇവിടെ n ആണ്, അതുകൊണ്ട് എന്നിന്റെ വാല്യൂ കാണാനുള്ള ഇക്വേഷൻ എന്താ, n ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് സി പ്ലസ് ബി സ്ക്വയർ ബൈ 4 മൈനസ് ബി ബൈ 2. ഇനി ഇതിലെ സിയും ബിയും ഒക്കെ എന്താണ്, എക്സിന്റെ കോഎഫിഷ്യന്റ് ആണ് ബി, അതായത് ഇവിടെ എന്നിന്റെ കോഎഫിഷ്യന്റ് ആണ് ബി. എന്നിന്റെ കോഎഫിഷ്യന്റ് ഇവിടെ എന്താ, -2. അപ്പൊ ബി എന്നത് -2 ആണ്. സി എന്നത് ഇക്വേഷന്റെ വലതുഭാഗത്തുള്ള കോൺസ്റ്റന്റ് വാല്യൂ. ഇവിടെ ഏതാണ്, സി എന്ന് പറയുന്നത് 2499 ആണ്. ഇനി നമുക്ക് ഈ ഇക്വേഷനിൽ ഇട്ട് കൊടുക്കാം, ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് n ഈക്വൽ ടു സി എത്രയാണ്, 2499 പ്ലസ് ബി സ്ക്വയർ എന്ന് പറഞ്ഞാൽ -2ന്റെ സ്ക്വയർ 4 ഡിവൈഡഡ് ബൈ 4 മൈനസ് ബി എത്രയാണ്, -2/2 ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് 2499 പ്ലസ് 4/4 എന്ത് വന്നു, 1, എത്രയാണ് 2500. മൈനസും മൈനസും പ്ലസ് ആയി, 2/2 എത്രയാ 1 ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് 2500 എന്ത് വന്നു, 50 പ്ലസ് 1. അപ്പൊ ഇവിടെ നമുക്ക് എന്നിന്റെ രണ്ട് വാല്യൂസ് കിട്ടും, n ഈക്വൽ ടു -50 പ്ലസ് 1, അതുപോലെ n ഈക്വൽ ടു പ്ലസ് 50 പ്ലസ് 1. ഇത് എന്ത് വരും, വലുതിൽ നിന്നും ചെറുത് കുറച്ച് വലുതിന്റെ ചിഹ്നം ഇട്ട് കൊടുക്കണം. 50ൽ നിന്ന് 1 പോയാൽ 49, വലുതിന്റെ ചിഹ്നം എത്രയാ, -49. ഇവിടെയോ 50 ഒന്നും കൂട്ടിക്കഴിഞ്ഞാൽ 51. ഇവിടെ നമ്മൾ കണ്ടുപിടിക്കുന്നത് നമ്പർ ഓഫ് ടേംസ് ആണ്. നമ്പർ ഓഫ് ടേംസ് ഒരിക്കലും എന്ത് ചെയ്യില്ല, നെഗറ്റീവ് നമ്പർ വരില്ല. അതുകൊണ്ട് എത്രയാണ് ഉത്തരം, 51 ആണ്. അതായത് ആദ്യത്തെ 51 പദങ്ങൾ കൂട്ടിയാലാണ് നമുക്ക് 2499 സം ആയിട്ട് അഥവാ തുകയായിട്ട് കിട്ടുക. അടുത്തത് 18ാമത്തെ ബി ക്വസ്റ്റ്യൻ. Prove that the sum of any number of consecutive terms of the arithmetic sequences 9, 27, 45, etc. starting from the first term is a perfect square. എന്താണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്, നമുക്കൊരു അരിത്മെറ്റിക് സീക്വൻസ് തന്നിട്ടുണ്ട് 9, 27, 45 എക്സെട്ര. ഈ അരിത്മെറ്റിക് സീക്വൻസിന്റെ സം ഓഫ് ഫസ്റ്റ് n ടേംസ് അഥവാ ആദ്യത്തെ n പദങ്ങളുടെ തുക എന്നത് ഒരു പെർഫെക്റ്റ് സ്ക്വയർ അഥവാ ഒരു പൂർണ്ണ വർഗമാവണം. അത് പ്രൂവ് ചെയ്യാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, സം ഓഫ് ഫസ്റ്റ് n ടേംസ് എന്ന് പറയുന്നത് പെർഫെക്റ്റ് സ്ക്വയർ അഥവാ ഒരു പൂർണ്ണ വർഗമാണെന്ന് തെളിയിക്കാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പൊ അതെങ്ങനെയാണ് നമ്മൾ തെളിയിക്കുക, നമുക്കറിയാം സം ഓഫ് ഫസ്റ്റ് n ടേംസ് കാണാനുള്ള ഇക്വേഷൻ എന്താണ്, n/2 ഇൻറ്റു 2f പ്ലസ് n-1 ഇൻറ്റു d. ഇനി ഈ ഇക്വേഷനിൽ എഫും ഡിയും അതായത് ഈ അരിത്മെറ്റിക് സീക്വൻസ് പ്രകാരം ഈ സീക്വൻസിന്റെ ഫസ്റ്റ് ടേം അഥവാ ആദ്യ പദവും കോമൺ ഡിഫറൻസ് അഥവാ പൊതു വ്യത്യാസവും കണ്ടുപിടിച്ച് ഈ ഇക്വേഷനിൽ ഇട്ട് കൊടുത്ത് അത് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കലി നമ്മൾ എന്ത് ചെയ്യും, ഈ പ്രൂഫ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, അപ്പൊ ആദ്യം തന്നെ നമുക്ക് ഫസ്റ്റ് ടേം അഥവാ ആദ്യ പദം കണ്ടുപിടിക്കാം. ഫസ്റ്റ് ടേം എന്താ, 9.
ഇനി കോമൺ ഡിഫറൻസ് അഥവാ പൊതുവ്യത്യാസം, അതായത് അടുത്തടുത്ത സംഖ്യകൾ തമ്മിലുള്ള വ്യത്യാസം. 27 നിന്ന് 9 പോയാൽ 18 45 നിന്ന് 27 പോയാൽ 18 അതായത് ഈ അരിത്മെറ്റിക് സീക്വൻസിന്റെ കോമൺ ഡിഫറൻസ് അഥവാ പൊതുവ്യത്യാസം 18. ഇനി ഇത് നമുക്ക് ഇക്വേഷനിൽ ഇട്ട് കൊടുക്കാം. n/2 ഇൻറ്റു 2f, അതായത് 2 ഇൻറ്റു 9 18 പ്ലസ് n-1 ഇൻറ്റു d എത്രയാ 18 ഈക്വൽ ടു n/2 ഇൻറ്റു 18 പ്ലസ് 18 ഇൻറ്റു n-1 എന്ത് വരും? 18 ഇൻറ്റു n 18n 18 ഇൻറ്റു -1 -18 ഈക്വൽ ടു n/2 ഇൻറ്റു 18 - 18 0 ആണ്. ബാക്കി എത്രയാ? 18n. 18 ഡിവൈഡഡ് ബൈ 2 എന്ത് വരും? 9. n ഇൻറ്റു n n സ്ക്വയർ. ഇതിനൊന്നുകൂടെ ചെറുതാക്കി എഴുതുകയാണെങ്കിൽ 3n ഹോൾ സ്ക്വയർ എന്ന് എഴുതിക്കൂടെ? അതായത് ഈ അരിത്മെറ്റിക് സീക്വൻസിന്റെ സം ഓഫ് ഫസ്റ്റ് n ടേംസ്, ആദ്യത്തെ n പദങ്ങളുടെ തുക എന്നത് ഒരു പെർഫെക്റ്റ് സ്ക്വയർ അഥവാ ഒരു പൂർണ്ണ സംഖ്യയായി കിട്ടിയില്ലേ? പെർഫെക്റ്റ് സ്ക്വയർ എന്ന് പറയുന്നത് എന്താണ്? 1 സ്ക്വയർ 1, 2 സ്ക്വയർ 4, 3 സ്ക്വയർ 9, 4 സ്ക്വയർ 16 ഇങ്ങനെ പോകുന്നതിനെയാണ് നമ്മൾ പെർഫെക്റ്റ് സ്ക്വയേഴ്സ് അഥവാ പൂർണ്ണ വർഗ്ഗങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ 3n ഹോൾ സ്ക്വയർ എന്ന് പറയുന്നത് ഒരു പെർഫെക്റ്റ് സ്ക്വയർ അഥവാ ഒരു പൂർണ്ണ വർഗ്ഗമായില്ലേ? ഓക്കെ, അപ്പൊ അതാണ് ഇവിടുത്തെ പ്രൂഫ്. അപ്പൊ ജസ്റ്റ് നമ്മളിപ്പോ എന്താണ് ചെയ്തത്? സം ഓഫ് ഫസ്റ്റ് n ടേംസിന്റെ ഇക്വേഷൻ എഴുതുന്നു, അതിൽ എഫും ഡിയും ഇട്ട് കൊടുത്ത് ആ ഒരു ഇക്വേഷൻ ജസ്റ്റ് സോൾവ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് അതിന്റെ പ്രൂഫ് കിട്ടുന്നതായിരിക്കും. അരിത്മെറ്റിക് സീക്വൻസ് അഥവാ സമാന്തര ശ്രേണി എന്ന പാഠഭാഗത്തിൽ നിന്നും പ്രൂഫ് ഒരു എക്സ്പെക്ട് ചെയ്യേണ്ട ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ്. പ്രൂഫ് വന്നു കഴിഞ്ഞാൽ ടെൻഷൻ ആവേണ്ട ആവശ്യമേ ഇല്ല. സമ്മിന്റെ പ്രൂഫ് ആണെങ്കിൽ സമ്മിന്റെ ഇക്വേഷൻ എഴുതുന്നു, ആ ഇക്വേഷനിൽ എഫും ഡിയും നമുക്ക് തന്നിട്ടുള്ളതൊക്കെ ഇട്ട് കൊടുക്കുന്നു, അത് സോൾവ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് പ്രൂഫ് കിട്ടുന്നതായിരിക്കും. ഇനി ചില സമയങ്ങളിൽ നമുക്ക് അരിത്മെറ്റിക് സീക്വൻസിനെ കുറിച്ചിട്ടുള്ള പ്രൂഫ് ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ എന്താണ് ചെയ്യേണ്ടത്? അരിത്മെറ്റിക് സീക്വൻസിന്റെ ആൾജിബ്രായിക് ഫോം കാണാൻ നമുക്കറിയില്ലേ? dn പ്ലസ് എഫ് മൈനസ് ഡി. ഇതാണ് അരിത്മെറ്റിക് സീക്വൻസിന്റെ ആൾജിബ്രായിക് ഫോം അല്ലെങ്കിൽ ബീജഗണിത രൂപം കാണാനുള്ള ഇക്വേഷൻ. ഇതിലും ഡിയും എഫും ഇട്ട് കൊടുത്ത് അത് സോൾവ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് അതിന്റെ പ്രൂഫ് കിട്ടുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ ഇവിടെ നമുക്ക് പ്രൂഫ് കിട്ടി. നമുക്ക് എന്ത് എഴുതാം? ഹെൻസ് പ്രൂവ്ഡ് എന്ന് ഒറ്റ വാക്കിൽ എഴുതാം. അല്ല എങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ചോദ്യത്തിൽ തന്നത് തന്നെ എഴുതാം. അതായത് ഹെൻസ് prove that the sum of any number of consecutive terms of the arithmetic sequences 9, 27, 45, etc. starting from the first term is a perfect square. അങ്ങനെ നമുക്ക് ചോദ്യത്തിൽ തന്നത് തന്നെ എഴുതാം, അല്ലെങ്കിൽ hence proved എന്ന് എഴുതാം. ഓക്കെ, ഇനി രണ്ടാമത്തെ ചോദ്യം. Write another arithmetic sequence such that the sum of any number of consecutive terms starting from the first term is always a perfect square. അതായത് sum of first n terms perfect square ആയിട്ടുള്ള മറ്റൊരു അരിത്മെറ്റിക് സീക്വൻസ് അഥവാ സമാന്തര ശ്രേണി എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ഈ അരിത്മെറ്റിക് സീക്വൻസിന്റെ സം ഓഫ് ഫസ്റ്റ് n ടേംസ് എന്താണ് വന്നത്? 3n ഹോൾ സ്ക്വയർ ആണ്. അതായത് നമുക്ക് സമ്മിന്റെ ആൾജിബ്രായിക് ഫോം n സ്ക്വയറോ അല്ലെങ്കിൽ 2n ഹോൾ സ്ക്വയറോ 3n ഹോൾ സ്ക്വയർ വെച്ചിട്ട് നമ്മൾ ഇവിടെ എഴുതിയിട്ടുണ്ട്, 4n ഹോൾ സ്ക്വയറോ അല്ലെങ്കിൽ 5n ഹോൾ സ്ക്വയറോ ഒക്കെ വെച്ചിട്ടുള്ള അരിത്മെറ്റിക് സീക്വൻസ് എഴുതിയാലും ഈ പറയുന്ന എക്സാമ്പിൾ നമുക്ക് കിട്ടും. ഓക്കെ, അപ്പൊ നമ്മൾ ഇവിടെ സം ഈക്വൽ ടു n സ്ക്വയർ വെച്ചിട്ടുള്ള അരിത്മെറ്റിക് സീക്വൻസ് അഥവാ സമാന്തര ശ്രേണിയാണ് എഴുതാനായിട്ട് പോകുന്നത്. ഓക്കെ, അതെങ്ങനെയാണ് എഴുതുക? നമുക്ക് ആദ്യത്തെ ടേം എങ്ങനെ കണ്ടുപിടിക്കാം? ഈ എന്നിന്റെ സ്ഥാനത്ത് 1 ഇട്ട് കൊടുത്താൽ നമുക്ക് ആദ്യത്തെ ടേം കിട്ടില്ലേ? അതായത് 1 സ്ക്വയർ എത്ര വന്നു? 1. അപ്പൊ ആദ്യത്തെ ടേം 1 ആണ്. ഇനി രണ്ടാമത്തെ ടേം നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? ഇവിടെ നമുക്ക് സമ്മിന്റെ ആൾജിബ്രായിക് ഫോം അഥവാ ബീജഗണിത രൂപമാണ് n സ്ക്വയർ. അതായത് നമുക്ക് രണ്ടാമത്തെ ടേം കണ്ടുപിടിക്കണമെങ്കിൽ, അതായത് ഈ എന്നിന്റെ സ്ഥാനത്ത് 2 ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ആദ്യത്തെയും രണ്ടാമത്തെയും പദങ്ങളുടെ തുക കിട്ടും. ഓക്കെ, അപ്പൊ നമുക്ക് ഫസ്റ്റ് ടേം പ്ലസ് സെക്കൻഡ് ടേം, ആദ്യത്തെ പദവും രണ്ടാമത്തെ പദവും കൂട്ടിക്കഴിഞ്ഞാൽ എത്രയാണ് കിട്ടുക? ഈ എന്നിന്റെ സ്ഥാനത്ത് 2 ഇട്ട് കൊടുക്കണം, 2 സ്ക്വയർ ആണ് കിട്ടുക. ഓക്കെ, ഇവിടെ ഫസ്റ്റ് ടേം 1 ആണെന്ന് നമുക്ക് കിട്ടിയിട്ടുണ്ട്. സെക്കൻഡ് ടേം എന്ന് അതുപോലെ തന്നെ എഴുതി. 2ന്റെ സ്ക്വയർ എത്രയാ? 4. ഇനി ഇതിൽ നിന്ന് നമുക്ക് സെക്കൻഡ് ടേം കണ്ടുപിടിക്കണം. സെക്കൻഡ് ടേം ഈക്വൽ ടു 4, ഈ 1 ഈ സൈഡിലേക്ക് പോയാൽ -1, 4ൽ നിന്ന് 1 പോയാൽ 3. അതായത് ഈ അരിത്മെറ്റിക് സീക്വൻസിന്റെ സെക്കൻഡ് ടേം 3. അതായത് ഈ രണ്ട് ടേം തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്? 2 അല്ലേ? അതായത് ഈ അരിത്മെറ്റിക് സീക്വൻസിന്റെ കോമൺ ഡിഫറൻസ് അഥവാ പൊതു വ്യത്യാസം 2 ആണ്. ഇനി നമുക്ക് ഈ അടുത്ത ടേമിന്റെ കൂടെ 2 കൂട്ടി എഴുതി കഴിഞ്ഞാൽ ഈ അരിത്മെറ്റിക് സീക്വൻസിൽ എത്ര ടേംസ് വേണമെങ്കിലും നമുക്ക് കിട്ടും. അതായത് 3ന്റെ കൂടെ 2 കൂട്ടിയാൽ 5, 5ന്റെ കൂടെ 2 കൂട്ടിയാൽ 7, 7ന്റെ കൂടെ 2 കൂട്ടിയാൽ 9, എക്സെട്ര. അപ്പൊ ഇതാണ് സം ഓഫ് ഫസ്റ്റ് n ടേംസ് ഒരു പെർഫെക്റ്റ് സ്ക്വയർ ആയിട്ടുള്ള മറ്റൊരു അരിത്മെറ്റിക് സീക്വൻസ്. അടുത്തത് 19ാമത്തെ ചോദ്യം. The perimeter of a rectangle is 120 centimeter and its area is 836 square centimeters. Write the facts as a second degree equation. What are the lengths of the sides of the rectangle? എന്താണ് ഇവിടെ നമുക്ക് തന്നിട്ടുള്ളത്? ഒരു റെക്ടാങ്കിൾ അഥവാ ഒരു ചതുരത്തിന്റെ പെരിമീറ്റർ അഥവാ ചുറ്റളവ് തന്നിട്ടുണ്ട്.
പെരിമീറ്റർ ഈക്വൽ ടു 120 സെന്റിമീറ്റർ. അതുപോലെ അതേ ചതുരത്തിന്റെ ഏരിയ അഥവാ പരപ്പളവ് തന്നിട്ടുണ്ട്. ഏരിയ ഈക്വൽ ടു 836 സ്ക്വയർ സെന്റിമീറ്റർ. ഇനി ഇത് വെച്ച് ഒരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ ഉണ്ടാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്? നമുക്കറിയാം, ഒരു റെക്ടാങ്കിൾ അഥവാ ഒരു ചതുരത്തിന്റെ ലെങ്തിനെ നമുക്ക് സ്മോൾ ലെറ്റർ എൽ കൊണ്ടും ബ്രെഡ്ത്തിനെ നമുക്ക് സ്മോൾ ലെറ്റർ ബി കൊണ്ട് സൂചിപ്പിക്കാം. അങ്ങനെയാണെങ്കിൽ അതിന്റെ പെരിമീറ്റർ കാണാനുള്ള ഇക്വേഷൻ എന്താണ്? 2 ഇൻറ്റു ലെങ്ത് പ്ലസ് ബ്രെഡ്ത്ത് അല്ലേ? അതായത് 2 ഇൻറ്റു ലെങ്ത് പ്ലസ് ബ്രെഡ്ത്ത് എന്ന് പറയുന്നത് 120 ആണ്. അതായത് ലെങ്ത് പ്ലസ് ബ്രെഡ്ത്ത് ഈക്വൽ ടു 120/2. എത്ര വന്നു? 60. 120ന്റെ പകുതി എന്ന് പറഞ്ഞാൽ 60 ആണ്. ഓക്കെ, അതായത് ലെങ്ത്തും ബ്രെഡ്ത്തും കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് 60 സെന്റിമീറ്റർ ആണ് കിട്ടുക. ഇനി എന്ത് ചെയ്യണം? ഇതിൽ നിന്ന് ലെങ്ത്തോ അല്ലെങ്കിൽ ബ്രെഡ്ത്തോ കണ്ടുപിടിക്കണം. നമുക്ക് ഇവിടെ ബ്രെഡ്ത്തിന്റെ ഇക്വേഷൻ എഴുതാം. ബ്രെഡ്ത്ത് ഈക്വൽ ടു 60, ഈ എൽ ഈ സൈഡിലേക്ക് പോയാൽ -L. ഓക്കെ, അപ്പൊ ബ്രെഡ്ത്ത് എന്ന് പറയുന്നത് 60ൽ നിന്നും ലെങ്ത് കുറച്ചതാണെന്ന് കിട്ടി. ഓക്കെ, ഇനി നമുക്കൊരു ചതുരം അഥവാ ഒരു റെക്ടാങ്കിളിന്റെ പരപ്പളവ് കാണാനുള്ള ഇക്വേഷൻ എന്താണ്? ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആണ്, ഈക്വൽ ടു 836. ഇനി ഈ ലെങ്ത് അതുപോലെ തന്നെ എഴുതുന്നു. ബ്രെഡ്ത്തിന്റെ സ്ഥാനത്ത് നമ്മൾ 60 - L എന്ന് എഴുതുന്നു. L ഇൻറ്റു 60 - L ഈക്വൽ ടു 836. എന്തിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്? നമ്മളോട് ഈ പെരിമീറ്ററും ഏരിയയും തന്നിട്ട് ഒരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ അഥവാ രണ്ടാം കൃതി സമവാക്യം ഉണ്ടാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അതിനു വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. എന്താണ് ചെയ്തത്? പെരിമീറ്ററിൽ നിന്നും ബ്രെഡ്ത്തിന്റെ ഇക്വേഷൻ കണ്ടുപിടിക്കുന്നു. ഇനി അത് ഏരിയയിൽ ഇട്ട് കൊടുക്കുന്നു. അതായത് L ഇൻറ്റു 60 - L ഈക്വൽ ടു 836. ഇനി ഇത് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ അഥവാ ഒരു രണ്ടാം കൃതി സമവാക്യം കിട്ടും. എങ്ങനെയാണ്? L ഇൻറ്റു 60 എന്ത് വന്നു? 60L മൈനസ് L ഇൻറ്റു L എന്താണ്? L സ്ക്വയർ ഈക്വൽ ടു 836. ഇനി ഇതിനൊന്ന് അറേഞ്ച് ചെയ്ത് എഴുതുകയാണ്. -L സ്ക്വയർ ആദ്യം എഴുതുന്നു, പ്ലസ് 60L ഈക്വൽ ടു 836. ഇനി ഈ മൈനസ് സൈൻ ഒന്ന് മാറ്റണം. അതിനെന്ത് ചെയ്താൽ മതി? ഈ ഇക്വേഷനിലെ എല്ലാ സംഖ്യകളുടെയും സൈഡ് ചേഞ്ച് ചെയ്യാം. -L സ്ക്വയർ പ്ലസ് L സ്ക്വയർ ആവുന്നു, പ്ലസ് 60L മൈനസ് 60L ആവുന്നു, ഈക്വൽ ടു പ്ലസ് 836 മൈനസ് 836. ഇതാണ് നമ്മുടെ ഒന്നാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം. അതായത് സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ അഥവാ രണ്ടാം കൃതി സമവാക്യം. L സ്ക്വയർ മൈനസ് 60L ഈക്വൽ ടു മൈനസ് 836. L സ്ക്വയർ മൈനസ് 60L ഈക്വൽ ടു മൈനസ് 836. രണ്ടാമത്തെ ചോദ്യം എന്താണ്? വാട്ട് ആർ ദ ലെങ്ത്സ് ഓഫ് ദ സൈഡ്സ് ഓഫ് ദ റെക്ടാങ്കിൾ. ഇനി ഈ റെക്ടാങ്കിളിന്റെ ലെങ്ത്തും ബ്രെഡ്ത്തും കണ്ടുപിടിക്കണം. അപ്പൊ ഈ ലെങ്ത് ഈ ഇക്വേഷനിൽ നിന്നും, ഈ രണ്ടാം കൃതി സമവാക്യത്തിൽ നിന്നും എല്ലിന്റെ വാല്യൂസ് അഥവാ സൊല്യൂഷൻസ് കണ്ടുപിടിക്കാം. എങ്ങനെയാണ്? നമുക്ക് രണ്ട് മെത്തേഡ്സ് ഉണ്ട്. ഒന്ന് ക്വാഡ്രാറ്റിക് ഫോർമുല അഥവാ ദ്വിമാന സമവാക്യം ഉപയോഗിച്ച്. ഓക്കെ, ക്വാഡ്രാറ്റിക് ഫോർമുല ഉപയോഗിച്ച് കണ്ടുപിടിക്കണമെങ്കിൽ നമ്മുടെ ഇക്വേഷന്റെ ഫോർമാറ്റ് ax സ്ക്വയർ പ്ലസ് bx പ്ലസ് c ഈക്വൽ ടു 0 എന്ന ഫോർമാറ്റിലായിരിക്കണം. അതായത് എക്സ് സ്ക്വയറിന് കോഎഫിഷ്യന്റ് ഉണ്ടാവണം. ഇവിടെ നമ്മുടെ എൽ സ്ക്വയർ ആണ് എക്സ് സ്ക്വയറിന്റെ സ്ഥാനത്തുള്ളത്. ഓക്കെ, എൽ സ്ക്വയറിന് കോഎഫിഷ്യന്റ് ഉണ്ടോ? ഇല്ല. എൽ സ്ക്വയറിന്റെ കോഎഫിഷ്യന്റ് എന്താണ്? 1 ആണ്. അതുകൊണ്ട് നമുക്ക് ഇവിടെ ക്വാഡ്രാറ്റിക് ഫോർമുലയേക്കാൾ കൂടുതൽ സ്ക്വയർ കംപ്ലീഷൻ മെത്തേഡ് അഥവാ വർഗ്ഗത്തിക ഉപയോഗിച്ച് സോൾവ് ചെയ്യുന്നതാണ് നല്ലത്. ഓക്കെ, സ്ക്വയർ കംപ്ലീഷൻ മെത്തേഡ് അഥവാ വർഗ്ഗത്തിക ഉപയോഗിക്കുന്ന സമയത്ത് നമ്മുടെ ഇക്വേഷന്റെ ഫോർമാറ്റ് എങ്ങനെയായിരിക്കും? എക്സ് സ്ക്വയർ പ്ലസ് ബി എക്സ് ഈക്വൽ ടു സി എന്ന ഫോർമാറ്റിലാവണം. അതായത് ഇപ്പൊ ഇവിടെ എക്സ് സ്ക്വയറിന്റെ സ്ഥാനത്ത് എക്സിന്റെ സ്ഥാനത്ത് എൽ ആണ്. അപ്പൊ എൽ സ്ക്വയർ പ്ലസ് ബി എൽ ഈക്വൽ ടു സി എന്ന ഫോർമാറ്റിലാവണം. ഈ ഒരു രീതിയിലുള്ള ഫോർമാറ്റിൽ തന്നെയല്ലേ നമ്മുടെ ഇക്വേഷൻ നിൽക്കുന്നത്. അതുകൊണ്ട് നമ്മളിവിടെ സ്ക്വയർ കംപ്ലീഷൻ മെത്തേഡ് അഥവാ വർഗ്ഗത്തിക ഉപയോഗിച്ചാണ് എല്ലിന്റെ വാല്യൂസ് കാണാനായിട്ട് പോകുന്നത്. ഓക്കെ, സ്ക്വയർ കംപ്ലീഷൻ മെത്തേഡ് ഉപയോഗിക്കുന്ന സമയത്ത് എല്ല് കാണാനുള്ള ഇക്വേഷൻ എന്താണ്? യൂസിങ് സ്ക്വയർ കംപ്ലീഷൻ. ഓക്കെ, എല്ല് കാണാനുള്ള ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതായത് ഇവിടെ ആണെങ്കിൽ എക്സ് ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ടാണ് എഴുതുക. ഇവിടെ നമുക്ക് എല്ലാണ് കണ്ടുപിടിക്കേണ്ടത് എന്നതുകൊണ്ട് നമ്മൾ എൽ ഈക്വൽ ടു എന്ന് എഴുതുന്നു. പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് സി പ്ലസ് ബി സ്ക്വയർ ബൈ 4 മൈനസ് ബി ബൈ 2. ഇതിലെ സിയും ബിയും ഒക്കെ എന്താണ്? അതായത് എല്ലിന്റെ കൂടെയുള്ള കോഎഫിഷ്യന്റ് ആണ് ബി. ഇവിടെ എല്ലിന്റെ കൂടെ എന്താണ്? -60 അല്ലേ? അതായത് ബി എന്ന് പറയുന്നത് -60 ആണ്. ഇനി സി എന്ന് പറയുന്നത് എന്താണ്? ഇക്വേഷന്റെ വലതു ഭാഗത്തുള്ള കോൺസ്റ്റന്റ് വാല്യൂ. ഇവിടെ ഏതാണ് കോൺസ്റ്റന്റ് വാല്യൂ? -836. അപ്പൊ സി എന്ന് പറയുന്നത് -836 ആണ്. അപ്പൊ ബിയും സിയും കിട്ടിയില്ലേ? ഇനി നമുക്ക് ജസ്റ്റ് ഇക്വേഷനിലേക്ക് ഇട്ട് കൊടുക്കാം. പ്ലസ് ഓർ മൈനസ് സി. സി എന്താണ്? -836 പ്ലസ് ബി സ്ക്വയർ എന്ന് പറഞ്ഞാൽ -60ന്റെ സ്ക്വയർ. 60ന്റെ സ്ക്വയർ എത്രയാണ്? 3600 ഡിവൈഡഡ് ബൈ 4 മൈനസ്
ബി എത്രയാണ് -60 ഡിവൈഡഡ് ബൈ 2 ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് -836 പ്ലസ് 3600 ഹരിക്കണം 4 എത്രയാ 900 മൈനസും മൈനസും പ്ലസ് ആയി 60/2 60ന്റെ പകുതി 30 ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് ഇനി 900 മൈനസ് 836 എത്രയാണ് 64 പ്ലസ് 30 64ന്റെ റൂട്ട് എത്രയാണ് 8 പ്ലസ് ഓർ മൈനസ് 8 പ്ലസ് 30 അതായത് നമുക്ക് ഇനി എല്ലിന് രണ്ട് വാല്യൂസ് ഉണ്ട് ഒന്ന് എൽ ഈക്വൽ ടു -8 പ്ലസ് 30 ഇനി രണ്ടാമത്തെ വാല്യൂ +8 പ്ലസ് 30 അതായത് ഇവിടെ നമ്മൾ പ്ലസ് ഓർ മൈനസ് എഴുതിയത് ഇവിടെ ആദ്യം മൈനസ് പിന്നെ പ്ലസ് എഴുതി ഓക്കെ -8 പ്ലസ് 30 എന്ത് വരും 30ൽ നിന്നും 8 പോയി കഴിഞ്ഞാൽ 22 ഇനി 8 പ്ലസ് 30 എന്താണ് 30 8 കൂട്ടിക്കഴിഞ്ഞാൽ 38 അതായത് ഇവിടെ ലെങ്ത്തും ബ്രെഡ്ത്തും നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട് ലെങ്ത് എന്ന് പറയുന്നത് 38 ആണ് ബ്രെഡ്ത്ത് എന്ന് പറയുന്നത് 22 ആണ് നമുക്ക് എന്ത് എഴുതാം ലെങ്ത് ഈക്വൽ ടു 38 അതുപോലെ ബ്രെഡ്ത്ത് ഈക്വൽ ടു 22 സെന്റിമീറ്റർ അതായത് നമുക്ക് തന്നിരിക്കുന്ന ചതുരത്തിന്റെ നീളം 38 സെന്റിമീറ്റർ വീതി 22 സെന്റിമീറ്റർ അടുത്തത് 20ാമത്തെ ചോദ്യം In the picture, AB is a chord through the point P inside the circle centered at O. What is the radius of the circle? ഇവിടെ നമുക്കൊരു സർക്കിൾ തന്നിട്ടുണ്ട് ആ സർക്കിളിന്റെ സെന്റർ ആണ് O. AB എന്നൊരു കോഡ് വന്നിട്ടുണ്ട് സർക്കിളിന്റെ സെന്ററിൽ നിന്നും AB എന്ന കോഡിലേക്ക് OP എന്നൊരു ലൈൻ വന്നിട്ടുണ്ട് സർക്കിൾസ് ആൻഡ് ലൈൻസ് വൃത്തങ്ങളും വരകളും എന്ന പാഠഭാഗത്തിലെ ചോദ്യമാണ് നമ്മൾ എക്സാം എഴുതുന്ന സമയത്ത് കൂൾ ഓഫ് ടൈമിൽ തന്നെ അതായത് നമ്മൾ ചോദ്യങ്ങൾ വായിക്കുന്ന സമയത്ത് തന്നെ സർക്കിൾസ് ആൻഡ് ലൈൻസ് വൃത്തങ്ങളും വരകളും എന്ന പാഠഭാഗത്തിൽ നമ്മൾ 6 ഫിഗേഴ്സ് പഠിക്കുന്നുണ്ട് അതിൽ ഏതെങ്കിലും ഒരു ഫിഗർ കണ്ടു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ആ ഫിഗറും അതിനെ ബേസ് ചെയ്ത് നമ്മൾ പഠിക്കുന്ന ഇക്വേഷനും എഴുതി വെക്കുക ഇപ്പൊ നമ്മൾ സർക്കിൾസ് ആൻഡ് ലൈൻസ് വൃത്തങ്ങളും വരകളും എന്ന പാഠഭാഗത്തിൽ 3ാമത് പഠിക്കുന്ന ഫിഗർ ആണ് ഇത് ഓക്കെ അതായത് ഒരു സർക്കിൾ ഉണ്ട് സർക്കിളിന്റെ സെന്റർ O ആണ് ഈ സർക്കിളിലെ ഒരു കോഡാണ് AB ഇനി O എന്ന സെന്ററിൽ നിന്നും ഈ കോഡിലേക്ക് അഥവാ ഈ ഞാണിലേക്ക് വരുന്ന ഒരു ലൈനാണ് OP ഇനി ഈ സർക്കിളിന്റെ സെന്ററിൽ നിന്നും വൃത്തത്തിലേക്ക് വരുന്ന ഈ ലൈൻ എന്താണ് ഈ സർക്കിളിന്റെ റേഡിയസ് അഥവാ ആരമാണ് അങ്ങനെയെങ്കിൽ PA × PB നമ്മൾ പഠിക്കുന്ന ഫോർമുലയാണ് PA × PB ഈക്വൽ ടു R² - OP². ഓക്കെ ഈ ഫിഗർ ബേസ് ചെയ്ത് നമ്മൾ പഠിക്കുന്ന ഇക്വേഷൻ ആണ് ഇത് ഓക്കെ സർക്കിൾസ് ആൻഡ് ലൈൻസിലെ ഒരു ഫിഗർ ആണിത് അപ്പൊ നമ്മൾ എപ്പോഴും ചോദ്യ പേപ്പറിൽ സർക്കിൾസ് ആൻഡ് ലൈൻസ് അഥവാ വൃത്തങ്ങളും വരകളും എന്ന പാഠഭാഗത്തിലെ ആ 6 ഫിഗറിൽ ഏതെങ്കിലും ഒരു ഫിഗർ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ആ ഫിഗർ വരച്ച് ഇതുപോലെ നമ്മൾ അതിനെ കുറിച്ച് പഠിച്ച ഇക്വേഷൻ അഥവാ ഫോർമുല ആ ഫ്രഷ് മൈൻഡിൽ തന്നെ എഴുതി വെക്കുക ഓക്കെ അങ്ങനെയാണെങ്കിൽ നമുക്ക് പിന്നീട് ആ പ്രോബ്ലം ചെയ്യുന്ന സമയത്ത് കുറച്ചുകൂടെ ഈസി ആയിരിക്കും ഇവിടെ നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത് റേഡിയസ് ഓഫ് ദ സർക്കിൾ ആണ് അതായത് ഈ സർക്കിളിന്റെ റേഡിയസ് അഥവാ ആരമാണ് ഓക്കെ നമുക്ക് എന്തൊക്കെ തന്നിട്ടുണ്ട് പി എ നമുക്ക് തന്നിട്ടുണ്ട് അതായത് ഈ പി മുതൽ എ വരെയുള്ള ഡിസ്റ്റൻസ് നമുക്ക് തന്നിട്ടുണ്ട് എത്രയാണ് പി എ എന്നത് 8 സെന്റിമീറ്റർ ആണ് അതുപോലെ പി ബിയും തന്നിട്ടുണ്ട് പി ബി എത്രയാണ് 2 സെന്റിമീറ്റർ ആണ് ഒ പിയും തന്നിട്ടുണ്ട് ഒ പി എത്രയാണ് 3 സെന്റിമീറ്റർ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഈ സർക്കിളിന്റെ റേഡിയസ് ആണ് ഈ ഇക്വേഷനിൽ പി എ പി ബി ഒ പി എന്നിവ തന്നിട്ടുണ്ട് ഈ ഇക്വേഷനിൽ നിന്ന് നമുക്ക് 6 കണ്ടുപിടിച്ചൂടെ അപ്പൊ ആദ്യം തന്നെ പി എന്റെ സ്ഥാനത്ത് 8 എന്നിട്ട് കൊടുക്കുന്നു പി ബിയുടെ സ്ഥാനത്ത് 2 ഇനി R² നമുക്ക് കണ്ടുപിടിക്കേണ്ടത് അത് അതുപോലെ എഴുതുന്നു മൈനസ് OP² എന്ന് പറഞ്ഞാൽ OP എന്നത് 3 ആണ് 3ന്റെ സ്ക്വയർ 9 8 × 2 എത്രയാ 16 ഈക്വൽ ടു R² - 9 ഈ -9 ഈ സൈഡിലേക്ക് കൊണ്ടുവന്നാൽ 16 + 9 ഈക്വൽ ടു R². 16ഉം 9ഉം കൂട്ടിക്കഴിഞ്ഞാൽ R² എന്നത് നമുക്ക് 25 എന്ന് കിട്ടും therefore R ഈക്വൽ ടു √25 അതായത് റേഡിയസ് എത്രയാണ് അഥവാ ഈ സർക്കിളിന്റെ ആരം 5 സെന്റിമീറ്റർ ആണ് ഓക്കെ അപ്പൊ നമുക്ക് ഈ ഇക്വേഷൻ നമ്മൾ ആദ്യമേ എഴുതി വെക്കുകയാണെങ്കിൽ നമുക്ക് ഈ പ്രോബ്ലം വളരെ ഈസി ആയിട്ട് എന്ത് ചെയ്യാം സോൾവ് ചെയ്യാനായിട്ട് സാധിക്കും